നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതെ അച്ഛാ, നന്ദന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. അമിതമായ മദ്യപാനവും ശരണ്യയോട് ദേഷ്യപ്പെടുകയെല്ലാം ഉണ്ട്. പാവം എന്റെ മോള് എല്ലാം സഹിക്കുക. ആ വീട്ടിലെ മുത്തശ്ശി ഒഴികെ ബാക്കി എല്ലാവരും ശരണ്യക്കെതിരെ തിരിഞ്ഞപ്പോഴും നന്ദൻ കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസമായിരുന്നു എനിക്ക്. ഇപ്പോ അതും ഇല്ലാതായിരിക്കുന്നു അച്ഛാ. നന്ദനും ഇപ്പൊ ശരണ്യക്ക് നേരെ തിരിഞ്ഞു. ഇതിനെല്ലാം കാരണം ഞാനാണല്ലോ എന്ന് ഓർക്കുമ്പോൾ. അതിന് മോൾ എന്ത് ചെയ്തു? രണ്ടാമതൊരു കല്യാണം കഴിച്ചതോ? അതത്ര വലിയ അപരാധമാണോ? തെറ്റും ശരിയൊക്കെ ആര് നോക്കുന്നച്ചാ? എല്ലാവരും അവരവരുടെ ഭാഗം ന്യായീകരിക്കും. എന്റെ ജീവിതത്തിലെ ഒരു പ്രശ്നം അത് എന്റെ മോളുടെ ജീവിതത്തെ ബാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ലച്ചാ. എത്ര സന്തോഷകരമായിട്ടായിരുന്നു നന്ദനും ശരണ്യയും ജീവിച്ചത്. എല്ലാ കാര്യങ്ങളും നന്ദനും അറിയാവുന്നതല്ലേ. എന്നിട്ട് വീട്ടുകാരുടെ കുത്തിത്തിരിപ്പ് കാണും. അവർക്ക് പണ്ടേ ഈ കല്യാണം ഇഷ്ടമല്ലായിരുന്നല്ലോ. നന്ദനും ശരണ്യയും തെറ്റിപ്പിരിയുന്നത് അവരുടെ സന്തോഷം. ആ ദിയ ഉണ്ടല്ലോ മോളെ, ഇപ്പോഴും അവിടെ കയറി ഇറങ്ങുന്നുണ്ടെന്നല്ലേ ശരണ്യ പറഞ്ഞത്? ആരെയും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എല്ലാം എന്റെ കുറ്റമാണ്. അതെ, അമ്മയുടെ കുറ്റമാണ്. അമ്മയുടെ മാത്രം. അമ്മയുടെ സ്വാർത്ഥതയാ ഇതിനെല്ലാത്തിനും കാരണം. എന്റെ സ്വാർത്ഥതയോ? ഞാൻ എന്ത് സ്വാർത്ഥത കാണിച്ചു? എന്റെ മക്കൾക്ക് വേണ്ടിയല്ലാതെ ഞാൻ ഇന്ന് വരെ എനിക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല. മതി, നിർത്ത്. ഒരുപാട് കേട്ട് മടുത്തതാ ഈ ഡയലോഗ്. മക്കൾക്ക് വേണ്ടി ജീവിച്ചു എന്ന് എന്നിട്ടാണോ ഒരാളുടെ മുന്നിൽ കഴുത്ത് നീട്ടി കൊടുത്തത്? മക്കളെ കുറിച്ച് ഓർമ്മയുള്ള ഒരമ്മയും ഇങ്ങനെ ചെയ്യുന്ന എനിക്ക് തോന്നില്ല. അമ്മയുടെ രണ്ടാം കെട്ട് അതാണ് ശരണ്യയുടെ ജീവിതം നശിപ്പിച്ചത്. മാനക്കേടുണ്ട് അവളുടെ ഭർത്താവിനും ഭർത്താവിന്റെ വീട്ടുകാർക്കും. എത്രയെന്ന് പറഞ്ഞവര് സഹിക്കും? അല്ല, അവര് സഹിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നശിപ്പിച്ചു. ശരണ്യയുടെ ജീവിതവും നശിപ്പിച്ചു. നീരജേ, മതി. നീ നിന്റെ അമ്മയെ കുറ്റപ്പെടുത്തിയത് മതി. ഇവിടെ ശരണ്യയുടെ ജീവിതത്തിൽ സംഭവിച്ച താളപ്പഴ ഓർത്ത് ആകെ വിഷമിച്ചിരിക്കുക ഈ പാവം. ആ നേരത്താ മുത്തശ്ശ, ഞാൻ കുറ്റപ്പെടുത്തിയതാണോ? അമ്മ ചെയ്ത കാര്യമല്ലേ പറഞ്ഞത്. അതെങ്ങനെ കുറ്റപ്പെടുത്തലാവുക? അവള് പറയട്ടെ അച്ഛാ. അവളുടെ കൊതി തീരുന്നത് വരെ പറയട്ടെ. എല്ലാം കേൾക്കാൻ ഞാൻ തയ്യാറാ. എനിക്കിപ്പോ ഇവളുടെ കുറ്റപ്പെടുത്തലുകൾ കേൾക്കുന്നതൊരു സുഖ. ആകെ കലങ്ങി മറിഞ്ഞ എന്റെ മനസ്സിന് ഇപ്പൊ ഇതൊരു ആശ്വാസോ. അച്ഛാ, എന്നെ ഇപ്പൊ ആകെ വിഷമിപ്പിക്കുന്ന കാര്യം ശരണ്യയുടെ ജീവിതത്തെ കുറിച്ച് ഓർത്താ. മറ്റൊന്നും എന്നെ ബാധിക്കില്ല. എല്ലാം കലങ്ങി തെളിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതെ, കലങ്ങി തെളി. അപ്പോഴേക്കും മക്കളുടെ ജീവിതം എല്ലാം ഒരു വഴിയാവും. അമ്മയെ വല്ലാതെ സ്നേഹിച്ച് തലയിൽ കൊണ്ടു നടന്ന ശരണ്യക്ക് ഇത് തന്നെ വേണം. നന്ദനെ ഞാനൊന്ന് വിളിച്ച് സംസാരിച്ചാലോ മോളെ? വേണ്ടച്ച. അത് നന്ദൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പ്രശ്നം വീണ്ടും വഷളാവും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും മോളെ? ഞാനൊന്ന് അവിടെ വരെ പോയാലോ? അച്ഛൻ പോണ്ട, ഞാൻ തന്നെ പോവാം. ഇപ്പോ എല്ലാവരും പറയുമ്പോ തെറ്റുകാരി ഞാനല്ലേ. ഞാൻ തന്നെ ചെന്ന് സംസാരിക്കുന്നതാ നല്ലത്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്റെ മുഖത്ത് നോക്കി പറയുമല്ലോ. അതാ നല്ലത്. കറങ്ങാൻ പോയിട്ട് വന്നോ? എവിടെയൊക്കെ പോയി? ഇവിടെ ഭർത്താവ് തേടി തേടി അലഞ്ഞു. എന്റെ പ്രിയ ഭാര്യ ആരെങ്കിലും കണ്ടോന്ന് ചോദിച്ച് അലഞ്ഞു. ഇപ്പൊ മുറിയിൽ ഇരിപ്പുണ്ട്. ശരണ്യ എവിടെ പോയിരുന്നു? എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അറിയിച്ചിട്ട് വേണം പോവാൻ. ഇങ്ങനെ തോന്നുന്ന പോലെ നടക്കാൻ ഇവിടെ സമ്മതിക്കില്ല. ഞാൻ വീട് വരെ ഒന്ന് പോയതാ അച്ഛാ. എന്തിന്? അമ്മയും മുത്തശ്ശനെയും ആലോകിനെയൊക്കെ ഒന്ന് കാണണമെന്ന് തോന്നി. അത്തരം കൂടിക്കാഴ്ചകൾ ഇനി വേണ്ട. അത് ഒഴിവാക്കുന്ന ഇനി നല്ലത്. അതെന്താ? കാരണം ശരണ്യക്ക് നന്നായിട്ട് അറിയാം. മോളെ, കാര്യകാരണങ്ങളെല്ലാം അവിടെ നിൽക്കട്ടെ. മോള് വീട്ടിൽ പോകുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. അച്ഛനെന്നും മോളോട് സ്നേഹത്തോടെ മാത്രമേ പെരുമാറിയിട്ടുള്ളൂ. മോളുടെ കുടുംബത്തിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് മോൾക്കറിയില്ലേ? അപ്പോ ആ കാര്യങ്ങളെ ലാഘവത്തോട് കാണാൻ ഞങ്ങൾക്ക് കഴിയില്ല. ബുദ്ധിമുട്ടാ. കഴിയുന്നതും മോളുടെ കുടുംബവുമായിട്ട് അകന്നു നിൽക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ചിന്തിക്കുന്നതിൽ തെറ്റുണ്ടോ മോളെ?
സമൂഹത്തിൽ ഇറങ്ങി നടക്കേണ്ടവരല്ലേ ഞങ്ങള്. കാര്യങ്ങൾ ചിലത് നടന്നു എന്നുള്ളത് സത്യം തന്നെയാ അച്ഛ. പക്ഷെ അതില് ഞങ്ങൾക്കൊരു മനസ്സറിവും ഇല്ലല്ലോ അച്ഛ. എന്തു ആയിക്കോട്ടെ, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, അത്ര തന്നെ. കേട്ടല്ലോ, നീ നിന്റെ കാര്യം നോക്ക്, എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഇവിടെ ഉള്ളവർക്ക് നീ വീട്ടിൽ പോകുന്ന ഇഷ്ടമല്ലാന്ന് അറിയില്ലേ, പിന്നെ എന്തിനാ നീ പോയത്? എന്റെ വീട്ടിലേക്കല്ലേ പോയത് നന്ദ? അമ്മയെ കാണുന്നെന്ന് എനിക്ക് ആഗ്രഹമില്ലേ? അത്തരം ആഗ്രഹങ്ങളൊന്നും ഇനി വേണ്ട ശരണ്യ. ഇവിടെ ഉള്ളവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാം. ഇത് കഷ്ടമാണ് നന്ദ. എന്റെ വീട്ടുകാരെ കാണാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കരുത്. എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇത്രയും നാളെ നിന്റെ ഒരു സ്വാതന്ത്ര്യവും ഞങ്ങൾ നിഷേധിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ അത് വേണ്ടാന്ന് പറയുന്നതിൽ ഒരു കാര്യമുണ്ട്. എന്ത് കാര്യം നന്ദ? എന്റെ അമ്മ ഒരു രണ്ടാം വിവാഹം കഴിച്ചതോ? അതിന്റെ സത്യാവസ്ഥ നന്ദൻ അറിയില്ലേ? എനിക്കറിയോ എന്നുള്ളതല്ല കാര്യം. എന്റെ വീട്ടുകാർക്ക് അത് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. നല്ല രീതിയിലായിരുന്നില്ലല്ലോ ഒന്നും. അതിനെ ചുറ്റിപ്പറ്റി വേണ്ടാത്ത കുറെ വാർത്തകളും. വേണ്ട, വെറുതെ എന്നെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കണ്ട. എനിക്ക് താല്പര്യമില്ല. എന്റെ വീട്ടുകാരുടെ ഇഷ്ടം ശരണ്യ അംഗീകരിച്ചേ പറ്റൂ. എനിക്കിപ്പോ അതേ പറയാനുള്ളൂ. ഇതെന്റെ അവകാശത്തെ നിഷേധിക്കുന്നതിന് തുല്യമാണ്. ഓ, ഈ അവകാശം നിഷേധിക്കുന്നോണ്ട് എന്താ ഞങ്ങൾക്കെതിരെ നിയമ നടപടിയായിട്ട് പോവോ? നിയമം അറിയാവുന്ന ആളല്ലേ, അതുകൊണ്ട് ചോദിച്ചത്. അങ്ങനെ വേണമെന്നുണ്ടായിരുന്നെങ്കില് എനിക്കത് നേരത്തെ ആകാമായിരുന്നു നന്ദ. അതാ നീ അങ്ങനെ പറഞ്ഞത്? ഒന്നുമില്ല നന്ദ, അതെല്ലാം പോട്ടെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ നന്ദ? ചോദിക്ക. സത്യസന്ധമായ മറുപടി പറയണം നന്ദ. ഞാൻ ശരണ്യയോട് കള്ളം പറയുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല. എന്നാലും ഞാനിപ്പോ ചോദിക്കാൻ പോകുന്നതില് ഒരുപക്ഷെ നന്ദൻ കള്ളം പറയും. ശരണ്യ ചോദിക്ക. സത്യസന്ധമായ മറുപടി പറയാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഞാൻ വീട്ടിൽ പോകുന്നതില് നന്ദൻ എതിർപ്പുണ്ടോ? പറ, ഞാൻ ചോദിച്ചതിന് മറുപടി പറ. എന്റെ വീട്ടുകാരുടെ എല്ലാ എതിർപ്പുകളെ അവഗണിച്ച നിന്നെ ഞാൻ കല്യാണം കഴിച്ചത്. അതിൽ തെറ്റുണ്ടോ ശരിയുണ്ടോ എന്നൊന്നും ഞാൻ ചികഞ്ഞു നോക്കിയിട്ടില്ല. ചിലപ്പോ തെറ്റുണ്ടാവാം, ചിലപ്പോ ശരിയും ഉണ്ടാവാം. അതൊക്കെ എന്തോ ആവട്ടെ. പക്ഷെ ഈ കാര്യത്തിൽ ഞാൻ വീട്ടുകാരെ എതിർക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ചില കാര്യങ്ങളിൽ അവരെ അനുസരിക്കുന്നത് നല്ലതാണെന്ന് എനിക്കിപ്പോ തോന്നുന്നത്. അപ്പോ ഞാൻ വീട്ടിൽ പോകുന്നത് നന്ദന് ഇഷ്ടമല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. എന്നതിനർത്ഥമുണ്ടോ? അങ്ങനെ ഒരു അർത്ഥം കാണേണ്ട കാര്യമുണ്ടോ? നേരെ പറഞ്ഞില്ലെങ്കിലും അല്പം വളഞ്ഞു പറഞ്ഞു, അതല്ലേ? എന്റെ വീട്ടുകാരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കണം ശരണ്യ.